കുവൈറ്റിനെ വിഴുങ്ങിയ തീഗോളം കണ്ണീർ കടലായി കേരളത്തെയും മലയാളികളെയും നനയ്ക്കുമ്പോൾ രണ്ടാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി യുവതി ടെന്റിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് 57 പേർ മരിക്കുകയും 90 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതും ഇതേ കുവൈറ്റാണെന്ന് ഓർക്കുകയാണ് കുവൈറ്റിലെ പ്രവാസികൾ. കുവൈറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടാക്കിയ ദുരന്തമായിരുന്നു ഇതെന്നാണ് കണക്ക്. കഴിഞ്ഞ ദിവസം 24 മലയാളികൾ ഉൾപ്പെടെ 50 ഇന്ത്യക്കാർ മരിച്ച ദുരന്തം പലരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നതും 2009 ഓഗസ്റ്റ് 15 നടന്ന ഈ ഒരു പ്രതികാരമാണ്. വിവാഹ ആഘോഷങ്ങളുടെ ആരവങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കുവൈത്തിലെ അൽ ജഹ്റയിലെ വിവാഹ ടെന്റിന് നസ്ര യൂസുഫ് മുഹമ്മദ് അൽ എനൈസി എന്ന 23 വയസ്സുകാരി രണ്ടാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുണ്ടായി. വയോധികരും കുട്ടികളുമെല്ലാം വെന്തു മരിച്ച ഈ സംഭവം രാത്രി 9:30 നടന്നത്. 3 മിനിറ്റ് കൊണ്ട് ടെന്റ് ചാരമായി തീർന്നു. ഒപ്പം ഇതിനകത്ത് ആഘോഷത്തിമിർപ്പിലായിരുന്ന കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരും ചാരമായി മാറി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും പാലിക്കാതെയുള്ള തമ്പായിരുന്നു അത്. ഒരേ ഒരു വാതിൽ മാത്രമേ ആ ടെന്റിലുണ്ടായിരുന്നുള്ളൂ. ഭൂരിഭാഗം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചാരമായി തീർന്നു. DNA, ദന്തഭാഗങ്ങൾ എന്നിവ പരിശോധിച്ചുകൊണ്ടാണ് പലരെയും പലതും തിരിച്ചറിഞ്ഞതുപോലും. സംഭവത്തിന്റെ പിറ്റേ ദിവസം തന്നെ നസ്രയെ അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ആസൂത്രിത കൊലപാതകം, കൊലപാതക ശ്രമം, തീകൊളുത്തൽ എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയത്. എന്നാൽ 2009 ഒക്ടോബറിൽ വിചാരണ ആരംഭിച്ചപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചു. ഭീഷണിയെ തുടർന്ന് നിർബന്ധിതമായിട്ടാണ് താൻ നേരത്തെ കുറ്റസമ്മതം നടത്തിയതെന്നായിരുന്നു നസ്രയുടെ മൊഴി. ഭർത്താവുമായി ബന്ധമുള്ള ജയിൽ ജീവനക്കാരൻ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക നൽകിയതിനെ തുടർന്ന് തനിക്ക് തന്റെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്നും നസ്ര ആരോപിക്കുകയുണ്ടായി. അതേസമയം 2009 നവംബറിൽ നസ്ര ചില മാനസിക വൈകല്യങ്ങൾ കാണിച്ചിരുന്നുവെന്ന് പ്രതിഭാഗം അഭിഭാഷകർ അവകാശപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി വിധേയയാക്കുവാൻ ജഡ്ജി ഉത്തരവിട്ടു. എന്നാൽ പ്രതി പെട്രോൾ ഒഴിക്കുന്നത് താൻ കണ്ടുവെന്ന് വീട്ടുജോലിക്കാരി മൊഴി നൽകിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബ്ലാക്ക് മാജിക്കിൽ പെട്ടുപോയ താൻ മന്ത്രിച്ച വെള്ളം കൂടാരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നുവെന്നും അത് പെട്രോൾ അല്ലായിരുന്നുവെന്നുമാണ് നസ്ര പിന്നീട് പറഞ്ഞത്. 2010 മാർച്ചിൽ 57 പേരുടെ ആസൂത്രിത കൊലപാതകത്തിൽ പ്രതി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് തീ കൊളുത്തിയതെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ പ്രതിക്ക് വധശിക്ഷയും കോടതി വിധിച്ചു. 2017 ജനുവരി 25 സെൻട്രൽ ജയിലിൽ പ്രതിയെ തൂക്കിലേറ്റുകയും ചെയ്തു. അന്ന് കുവൈത്തിൽ വധിക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു നസ്ര. ഇന്ന് കുവൈറ്റ് ജനത അഭിമുഖീകരിക്കുന്ന ഈ വലിയ വിപത്തിനിടയിൽ അവർ ഓർത്തെടുക്കുന്ന മറ്റൊരു ദുരന്തമാണ് വിവാഹ ടെന്റിലെ ഈ ദുരന്തം, ഈ ആസൂത്രിത ദുരന്തം.